السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാകർത്താക്കൾ, ഇൻസ്പിറാത്തിന്റെ വേദിയിൽ യുദ്ധങ്ങൾ തീർക്കുന്ന പുതിയ ലോകക്രമം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. യുദ്ധം മനുഷ്യരാശിയെ വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ മനസ്സുകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് നാഗസാക്കിയും ഹിരോഷിമയും. 100,000 പേർ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം മൃതിയടങ്ങുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്ത് സമാധാനമാണ് ലോകത്തിന് നൽകിയത്? 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3.5 ലക്ഷം മനുഷ്യരുടെ ജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കപ്പെടുന്നു. 37 ലക്ഷം മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നിണം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്? യുദ്ധം സമാധാനം ഉണ്ടാക്കുകയില്ല ചെയ്യുന്നത്, മറിച്ച് മാനവ കുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കെട്ടുറപ്പിക്കാനും ചൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല രാഷ്ട്ര ഭരണകൂടങ്ങളും ലക്ഷ്യമിടുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധ കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മുന്നിൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. യുദ്ധം ബാക്കി വെക്കുന്നത് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമാണ്. പാവപ്പെട്ട ഗസയുടെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നത് ബോംബുകൾ മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ മൗനവിളിയുമാണ്. വർഷങ്ങളോളം നീളുന്ന ഉപരോധത്തിന്റെ ഇരുമ്പ് കമ്പികളിൽ അടച്ചുപൂട്ടപ്പെട്ട് ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ പൊടിയിലായി കിടക്കുന്നു. ആകാശത്ത് പറക്കുന്ന യുദ്ധ വിമാനങ്ങളുടെ ശബ്ദം കുട്ടികളുടെ ഉറക്കത്തെ കവർന്നെടുക്കുമ്പോൾ പാവപ്പെട്ട മാതാപിതാക്കളുടെ കരളിനുള്ളിലെ കനലെരിയും വേദന ലോകം അറിയുന്നുണ്ടോ? യുദ്ധം ബാക്കി വെക്കുന്ന നഷ്ടങ്ങളിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ മുമ്പ് ആഗോള തലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 137 മില്യൺ ആളായിരുന്നെങ്കിൽ ഇന്നത് 276 മില്യൺ ആളായി ഉയർന്നിട്ടുണ്ട്. യുദ്ധകുത്യന്മാരായ രാഷ്ട്രങ്ങളോടും രാജ്യനേതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. അത് ലിയോ ടോൾസ്റ്റോയുടെ വരികളിൽ അതിങ്ങനെ വായിക്കാം: യുദ്ധം പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ്. അതൊരിക്കലും സാഹോദര്യത്തിന്റെ ആശയമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സിൽ പരിവർത്തനത്തിന്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല. സാമൂഹ്യ തിന്മകളുടെ വിഭാടനത്തിന് യുദ്ധം പരിഹാരമല്ല. നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് നൽകിയത്. അതിലുപരി പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു: മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. എത്ര സുന്ദരമാണ് ഖുർആനിന്റെ ബോധനം! യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾക്കായി നമുക്ക് സ്വപ്നങ്ങൾ നെയ്യാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. കോൾട്ടർ ഡി ഓൺ ദി സ്റ്റേജ്.